ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കോളേജിലേക്കായിരിക്കുമല്ലേ? കോളേജിൽ പോയി പഠിച്ച് നീ ആരാവാൻ പോവടി? ജില്ലാ കളക്ടറോ അതോ മജിസ്ട്രേട്ടോ? നിന്നെ പോലെ അന്നത്തിന് വകയില്ലാത്തതൊന്നും ഒരു കാലത്തും പഠിച്ചു ഒരു നിലയിലും എത്തില്ല. ഒന്നല്ല, ഒരുപാട് പേരെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിച്ചത് പഠിത്തം തന്നെയാ. അതിന് എത്ര ഉദാഹരണങ്ങളുണ്ട്. ഒറ്റമുറി മാത്രമുള്ള വീട്ടിൽ ഉറങ്ങി തെരുവ് വിളക്കിന്റെ വെട്ടത്തിലിരുന്ന് പഠിച്ച് അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൺ തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് പേരുണ്ട്. ആ കാലം അല്ലല്ലോ ഇപ്പൊ ആ കാലം മാറി. ഒന്നും മാറിയിട്ടില്ല. സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് പോകാൻ പണമില്ലാതെ വീട്ടിലിരുന്ന് പഠിച്ച് IAS നേടിയ ഒന്നിലധികം കുട്ടികളുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ലിസ്റ്റിലും. മരുമോള് അത് കണ്ടില്ലായിരുന്നോ? ഇതൊന്നുമില്ലാതെ തന്നെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും പണക്കാരായവരും ഇല്ലാതില്ല. അല്ല, അച്ഛനതെങ്ങോട്ടാ രാവിലെ തന്നെ? ചിന്നുന്റെ കോളേജിലെ ഗാർഡിയനായിട്ട് ഇന്ന് സാറാ പോകുന്നത്. ചിന്നുന്റെ അമ്മ സീതയ്ക്ക് ഒട്ടും വയ്യ. അതാര് തീരുമാനിച്ചു? നീയോ? ഓ, മനസ്സിലായി. അടുക്കള സ്നേഹമായിരിക്കുമല്ലേ? ചിന്നുവിന്റെ അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ പിന്നെ ഗാർഡിയൻ ജയേട്ടൻ. ഒരടുക്കളക്കാരി മറ്റൊരടുക്കളക്കാരിക്ക് വേണ്ടി വാദിക്കുന്നത് വലിയ തെറ്റൊന്നും അല്ലമ്മേ. ഓ, ചിന്നുവാ, നമുക്ക് പോവാം. ജയേട്ടന് ഇന്ന് 10 മണിക്ക് ഓഫീസിൽ മീറ്റിംഗ് ഉള്ളതാ. ആ, അത് ശരിയാണല്ലോ. ഇന്നല്ലേ ഇൻവെസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്? ഒന്നുകിൽ മീറ്റിംഗ് മാറ്റി വെക്കണം, അല്ലെങ്കിൽ എനിക്ക് പകരം അർജുൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യട്ടെ. അത് പറ്റില്ല. വിദേശത്തു നിന്ന് വരെ ഇൻവെസ്റ്റേഴ്സ് ഈ മീറ്റിംഗിനായി എത്തിക്കഴിഞ്ഞു. അതും മാറ്റിവെക്കുന്ന കാര്യം ഇംപോസിബിൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർജുൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യട്ടെ. എനിക്ക് പറ്റില്ല. എനിക്ക് കൊല്ലത്ത് വെച്ച് ഒരു അർജന്റ് മീറ്റിംഗ് വേറെ ഉണ്ട്. അച്ഛൻ തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കണം. സ്വന്തം കാര്യം കഴിഞ്ഞിട്ട് മതി അടുക്കളക്കാരിയുടെ കാര്യം. സാരമില്ല സാർ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. സാരമില്ല, ഞാൻ പൊക്കോളാം. ഗാർഡിയന്റെ കാര്യത്തില് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം.